അങ്ങനെ മക്കളെ, ഞാൻ ബാംഗ്ലൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയുള്ള യാത്രയിലുള്ള കാഴ്ചകളൊക്കെയാണ് ഞാൻ എടുത്തത് കേട്ടാ. പോകുമ്പോൾ ബസ്സിന് തന്നെ പോയത്. പോകുമ്പോൾ എനിക്ക് എടുക്കാൻ പേടിയായിരുന്നു. ബസ്സിൽ ആദ്യമായിട്ട് ഇത്ര വഴി യാത്ര ചെയ്യല്ലേ, ബാക്ക് സീറ്റിൽ അല്ല ഈ കിടന്ന് പോണ സ്ലീപ്പർ ബസ്സില്ലേ, അതിലായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടാ. അങ്ങനെ പിന്നെ തിരിച്ചു വരുമ്പോൾ കുറച്ച് ധൈര്യം കിട്ടി. അതും വോൾവോൻ്റെ സ്ലീപ്പർ ബസ്സായിരുന്നു. അപ്പോൾ ബാക്കിൽ ഇരുന്നിട്ട് രാത്രി കാഴ്ചകളാണ്. രാത്രിയാണ് പോകുന്നത് അവിടുന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടതാണ്. മെട്രോ റെയിലിൻ്റെ സ്റ്റേഷനൊക്കെ എനിക്ക് കാണണം അവിടുത്തെ. എൻ്റെ പൊന്നെ, കാണാണ്ട് കണ്ട മെട്രോ റെയിലിൻ്റെ സ്റ്റേഷനാണ്. അടിപൊളി സെറ്റപ്പാണ് പൊന്നെ. പിന്നെ അവിടെ ഒരു ഉത്സവത്തിൻ്റെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ ബാംഗ്ലൂർ കണ്ട. ഇതാണ് ആ ഉത്സവത്തിൻ്റെ അമ്പലം അമ്പലം. ഭയങ്കര സെറ്റപ്പ് പാട്ടൊക്കെ ആയിട്ടേ പൊന്നെ. ബസ്സിലിങ്ങനെ ഇരുന്നിട്ട് ആടിയിട്ടൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഒരു കണക്കിന് കുറേയൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ അങ്ങനെ അവിടെ കിടന്നുറങ്ങി. പിന്നെ ഞങ്ങൾ രാവിലെ ഒരു 8 മണിയായപ്പോൾ തൃശ്ശൂരെത്തി. അപ്പോൾ അവിടുത്തെ കാഴ്ച തൃശ്ശൂർ കുതിരാനൊക്കെ എടുക്കണം വിചാരിച്ച്. കുതിരാൻ എത്തി മൊബൈൽ എടുക്കുമ്പോഴത്തേനും കുതിരാനൊക്കെ പോയി കഴിഞ്ഞു. അങ്ങനെ പിന്നെ ലാസ്റ്റ് കുറച്ച് സ്ഥലങ്ങൾ പാലക്കാടൊക്കെ എത്തിയപ്പോൾ കുറച്ച് വീഡിയോ എടുത്ത് ഞാൻ. അതും ഇതിൽ തട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ബാംഗ്ലൂർ പോയ എൻ്റെ വിശേഷം. എൻ്റെ മുന്നു മക്കളെ, എന്തൊക്കെ കാഴ്ചകൾ അവിടുത്തെ കണ്ടത്. രാവും പകലും ഒരേപോലെയാണ്. എനിക്ക് തോന്നുന്നു പകലൊന്നും ബാംഗ്ലൂർ അത്ര അധികം ആൾക്കാർ അല്ല, പകലൊന്നും അങ്ങനെ കാണാൻ നടക്കുന്ന ആൾക്കാർ കാണാനില്ല. രാത്രിയാണ് കാണേണ്ടത്. ലൈറ്റും ജനങ്ങളും ആൾക്കാരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൂവലും വരലും കച്ചവടക്കാരും പൊന്നെ. പിന്നെ ഞങ്ങളവിടുത്തെ മാർക്കറ്റൊക്കെ കാണാൻ പോയിട്ടാ. പച്ചക്കറി മാർക്കറ്റുകൾ കാണണം, ഫ്രൂട്ട്സ് മാർക്കറ്റുകൾ കാണണോ, ഡ്രസ്സ് മാർക്കറ്റ് കാണണം. എൻ്റെ പൊന്നെ, കാണാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് പൊന്നെ ബാംഗ്ലൂർ. അങ്ങനെ അവിടെ പോയി തിരിച്ച് വന്ന് ഒരു 3-4 ദിവസം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഉണ്ടായിട്ടാ, വീട്ടുകാരൊക്കെ. അപ്പോൾ അതാണ് ഈ അവസ്ഥ. ബസ്സിലാണ് ഞാൻ ഇരിക്കുന്നത്. കാല് നീട്ടി വെച്ചിരിക്കുക. വണ്ടി വാഹനങ്ങളൊക്കെ പോണത് കാണാം. അങ്ങനെ പാലക്കാട് എത്തിയപ്പോൾ കുറച്ച് ആശ്വാസമായി പൊന്നെ നേരം വെളുത്തപ്പോൾ. അപ്പോൾ നമ്മളെ കേരളത്തിലെത്തിയപ്പോഴത്തെ കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്ത് ഭംഗിയാതോ. അങ്ങനെ ഒരു കണക്കിന് അവിടെ പോയൊക്കെ വന്ന എൻ്റെ മക്കളെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഞാൻ വേറൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടാ ബാംഗ്ലൂർ ഉദ്യാനത്തിൽ പോയതൊക്കെ.